ഹലോ ഗൈസ്, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് പുതിയ ഗിഫ്റ്റ് ഹാമ്പർ ഐഡിയാസ് ആയിട്ടാണ്. കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഹൗസ് വാമിംഗ് ഗിഫ്റ്റ് ഹാമ്പറാണ്. അപ്പോൾ എന്താ ഇതിൽ വലിയ സ്പെഷ്യാലിറ്റി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും പൊതുവേ. നമ്മൾ സാധാരണ ഒരു ഹൗസ് വാമിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന കുറച്ച് ഗിഫ്റ്റ്സുകളുണ്ട്. ഡിന്നർ സെറ്റ്, പ്ലേറ്റ് സെറ്റ്, ഗ്ലാസ് സെറ്റ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് സെറ്റ്. സോ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം കൂടി നമ്മൾ ഒരു ബോക്സിൽ വെച്ച് എങ്ങനെയിരിക്കും? അടിപൊളിയായിരിക്കില്ലേ? കളറായിരിക്കില്ലേ? അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഏത് ഇൻഡോർ പ്ലാന്റ്സ് ആണോ നിങ്ങൾ പറയുന്ന ആ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഈ ഒരു ഹാമ്പറിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യും. അതേപോലെ സെൻറ്റഡ് ക്യാൻഡിൽസോ ഡിഫ്യൂസേഴ്സോ, പിന്നെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫോട്ടോ ഫ്രെയിംസുകൾ, വോൾ ആർട്ടുകൾ, അതേപോലെ ചെറിയ ഷോ പീസസുകൾ, പിന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റേഴ്സും ടേബിൾ മാറ്റുകളും, പ്രീമിയം സ്പൈസ് ജാർസ്. ഇപ്പം അമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ ഡെക്കറേഷൻ എന്ന് പറയുന്നത് കുറച്ച് ക്രേസുള്ള കാര്യം. അപ്പോൾ നമ്മുടെ കിച്ചൺ പല പല ഷേപ്പുകളുള്ള അല്ലെങ്കിൽ ഗ്ലാസ് ജാർസ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് എന്ത് ഭംഗിയായിരിക്കുമല്ലേ കാണാൻ. അതേപോലെ എലഗൻ്റ് ആയിട്ടുള്ള മഗ്സ്, കിച്ചൺ ടവൽ, ഏപ്രോൺ, ഓവൻ മിറ്റ്സ്, അതേപോലെ നമ്മൾ സ്ഥിരം ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഹാമ്പേഴ്സിൽ വെക്കാറുള്ള ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സുകളും ഇതിനെല്ലാത്തിനും പുറമേ ആയിട്ട് ഒരു സ്നാക്സ് ബാസ്ക്കറ്റും കൂടി നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു തീം കൊണ്ടുവരാൻ തന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധാ ഒരു ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ ഒരു ഡിന്നർ സെറ്റോ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് സെറ്റോ കൊടുത്തു കഴിഞ്ഞാൽ അവരത് സന്തോഷത്തോടെ വാങ്ങിച്ചിട്ട് അത് അവർ എടുത്തു വെക്കും. കാരണം എന്താ പറയുക, ഇത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മളത് ചില വർഷങ്ങളായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷൻസ് വരുമ്പോഴായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷേ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ അതിനകത്ത് അവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രീ ബുക്കിങ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഐഡിയ ക്രാഫ്റ്റ്സിനെ ഫോളോ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ കമൻറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പുതിയ വീഡിയോ ഇതേപോലെ പുതിയ അതായത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ പുതിയ എന്താ പറയുക കണ്ടെത്തലുകളായിട്ട് അല്ലെങ്കിൽ പുതിയ ഗിഫ്റ്റ് ഹാമ്പേഴ്സായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടാറ്റാ.